നമസ്കാരം. മീഡിയ നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ജോബി മാനുവൽ. പ്രധാന വാർത്തകൾ. രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ ASIയെ മണിമല പോലീസ് സ്റ്റേഷനിലെ SI മർദ്ദിച്ചു. ഭരണത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദനെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മ കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഇന്ന് 33 വർഷം പൂർത്തിയായി. അദ്ദേഹത്തെപ്പറ്റി ഒരനുസ്മരണം. മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മ കാലത്തിന്റെ യവനികയ്ക്കപ്പുറത്ത് മറഞ്ഞിട്ട് ഇന്ന് 33 വർഷം പൂർത്തിയായി. എനിക്ക് മരണമില്ല എന്ന് പാടി ഒരു വ്യാഴവട്ടക്കാലം കാവ്യ സബരിയയിലൂടെ മലയാളത്തെ ധന്യമാക്കിയ ഗാനഗന്ധർവനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ, ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, 1000 പാദസരങ്ങൾ കിലുങ്ങി. ഇങ്ങനെ എത്ര കേട്ടാലും മതിവരാത്ത ആയിരക്കണക്കിന് സിനിമാ ഗാനങ്ങൾ എഴുതിയ വയലാർ ഗാനങ്ങളിൽ ആവോളം ആശയ സൗന്ദര്യം നിറച്ച് കേരളീയരെ മുഴുവൻ സംഗീത പ്രേമികളാക്കി മാറ്റി. വയലാർ നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് 33 വർഷം തികയുന്നു. മലയാള ചലച്ചിത്ര രംഗത്ത് 238 ചിത്രങ്ങളിലായി 2300-ലധികം ഗാനങ്ങൾ രചിച്ച് മലയാള സിനിമാ ഗാന ചരിത്രത്താളുകളിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ച മഹാവ്യക്തിയാണ് വയലാർ രാമവർമ്മ. 6 തവണ മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 47-ാം വയസ്സിൽ മരണം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പ്രശസ്തിയുടെ നെറുകയിലായിരുന്നു. 1975 ഒക്ടോബർ 27-ന് കേരള ജനതയെ ആകെ കണ്ണീരണിയിച്ചുകൊണ്ട് അദ്ദേഹം വിട പറഞ്ഞു. 1928 മാർച്ച് 25-ന് വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ച രാമവർമ്മ കാവ്യസമ്പന്നമായ സുന്ദര കവിതകളുടെ ലോകം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കാവ്യശകലങ്ങൾ ഉരുവിടാത്ത അധരങ്ങൾ മലയാളക്കരയിൽ ഉണ്ടാവില്ല. വയലാറിൻ്റെ കൽപ്പനാ വൈഭവങ്ങൾ ആത്മീയതയിലും ഭൗതികതയിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ചവയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ കവിതയായി മാറിയ ആയിഷ ഒരാവർത്തിയെങ്കിലും വായിക്കാത്തവർ ഉണ്ടാവില്ല, വായിച്ചവർ മറക്കില്ല. അതിലെ ദുരന്ത നായിക ആയിഷ കാവ്യാസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതുലോകം തേടിയലഞ്ഞ കവിഹൃദയം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിക്കൊണ്ടാണ് നമ്മെ വിട്ടുപോയത്. വയലാർ രാമവർമ്മയുടെ 33-ാം ചരമവാർഷികം ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.